ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? രാവിലെ തന്നെ വേഗം ഞാൻ എന്താക്കി നേരം തിരുമ്പാനുള്ളതൊക്കെ വെള്ളത്തിലിട്ട് അത് കുറച്ച് സോപ്പും പൊടി ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് മക്കളെ. എന്നിട്ട് അത് തിരുമ്പാനിട്ടിട്ട് അടുക്കളയിലേക്കുള്ള പണിയിലേക്ക് നീങ്ങിയതാണ്. 5:30 മണി ആയിട്ടുള്ളൂ. വെളിച്ചൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. നല്ല ഇരുടന്നാണ്. ഇപ്പോൾ ബാക്കിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഈ പണിയെടുക്കുന്നത് മക്കളെ. അല്ലാതെ ഇപ്പം പണീൻ്റെ ഒന്നും തീരൂല. 8 മണി 9 മണി ആകുമ്പോഴത്തേക്ക് മക്കൾക്ക് പോകാനാകുമ്പോഴത്തേക്ക് എല്ലാ പണിയും തീർക്കണം. കണ്ടില്ല മക്കളെ, ഇരുടാണ്. കണ്ടില്ലേ, ഇരുടാണ്. വേതാൽ വിടില്ല. അത് തിരുമ്പാനുള്ളത് ഇട്ട് പിന്നെ ഞാൻ അടുക്കളയിലേക്കുള്ള പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ് മക്കളെ. അടുക്കളയിലേക്ക് ചോറ് വെക്കാനും പത്തിരി ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനും അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പോൾ ആദ്യം കുറേ ഉണ്ട് വെള്ളത്തിലിട്ട് സോപ്പും പൊടി ഇട്ട് വെച്ച് എനിക്ക് ഇപ്പോൾ കുറച്ച് കിച്ചടി ഉണ്ടാക്കി വെച്ച് എൻ്റെ മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും പഞ്ചസാരയും ആദ്യം അതൊന്ന് റെഡിയാക്കി ഒന്ന് കൊടുത്തു നോക്കട്ടെ. ചിലപ്പം തിന്നുന്ന വരും, ചിലപ്പോൾ തിന്നില്ലാന്ന് വരും. കുറേ ദിവസത്തെ തിന്നാത്തതായതിനെ കൊണ്ട് ചിലപ്പോൾ അത് തിന്നുന്ന വരും. എന്നിട്ട് വേണം ബാക്കി പണിയിലേക്ക് എനിക്ക് നീങ്ങാൻ. അങ്ങനെ ഞാൻ അരി എടുത്തിട്ട് കഴുകിയിട്ട് അടുപ്പത്ത് ഇടണം. ഒരു ഗ്ലാസ് അരി അടുപ്പത്ത് ഇടണം. പിന്നെ അതേപോലെ തന്നെ പത്തിരി ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം. അങ്ങനെ മീനൊന്ന് എടുത്ത് വെള്ളത്തിലിട്ടിക്കണേ, മീനൊന്ന് മുറിക്കണം. അങ്ങനെയാണ് മക്കളെ. ചെറിയ ചരികൾ ചൂട് തന്നെയാണ്, കൂടുതലും ചൂടിയും ചെറിയ മണങ്ങ് പോലത്തെ സാധനം എല്ലാം കൂടി ആയിട്ടാണ്. തേങ്ങ മുളക് അരച്ച് വെച്ചാൽ നല്ല രസം ഉണ്ടാവും ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിങ്ങനെ രാത്രി കൊണ്ടുവന്നതാണ് ഇന്നലെ. അപ്പോൾ എന്തായാലും ഇവിടെ ഐസൊക്കെ പോകാൻ വെള്ളത്തിലെടുത്തിട്ട് അപ്പോൾ ആ വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ട് വേണം മുറിക്കാൻ. അപ്പോഴത്തേക്ക് ഞാൻ കരിവേപ്പിൻ്റെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെയുള്ള കണ്ട് സാധനങ്ങളൊക്കെ മുറിച്ചിടാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെച്ച് ഇഞ്ചി എടുത്തില്ല കേട്ടോ മക്കളെ. ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ കഴുകി അരിഞ്ഞ് മുറിച്ചൊരു പാത്രത്തിലിട്ട് വെക്കണം. അങ്ങനെയാണ് മക്കൾ. അതിൻ്റെ ഇടയ്ക്ക് പ്രാവശ്യം ഞാൻ വാഷിംഗ് മെഷീനിലേക്ക് പോയി ഒന്നും കൂടി തിരിച്ചു കൊടുത്ത് ആ വെള്ളം ഒഴിവാക്കി അടുത്ത വെള്ളം കയറ്റി അങ്ങനെയാണ്. അപ്പോൾ ഈ പണിയുടെ ഇടയിൽ കൂടെ തീരണം. ചോറ് വെക്കണം, ഇസ്തിരിടാനുള്ള എടുത്ത് വെച്ചിരിക്കുന്ന മക്കളത് രാവിലെ എന്ന് പറഞ്ഞാൽ മക്കളെ എനിക്ക് ആവതില്ല. ഇഞ്ചിയും വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പീസ് ഇട്ടാൽ മതി. മീൻകറിയിലേക്ക് വെളുത്തുള്ളി ഇത്തിരി മതി. മീൻകറി ഒന്നും വെക്കലില്ല രാവിലെ. അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറി കുറച്ചുണ്ട്, അത് നല്ല വെട്ടി തിളപ്പിച്ച് വെച്ചിരിക്കുന്നത്, അത് മക്കൾക്ക് കൊടുക്കാം. അപ്പോൾ മീൻകറി ഉണ്ടാക്കിയാൽ വലിയപ്പക്കും വലിയമ്മക്കും ഇഷ്ടമാണ് മീൻകറി. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണ് മക്കളെ. അങ്ങനെ മീനൊന്നും വാങ്ങലില്ല. വാങ്ങുകയാണെങ്കിൽ ചെമ്മീനാണ് മക്കൾ കൂട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഇഞ്ചിയൊക്കെ ഇട്ട് എല്ലാം കൂടി ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയും പാർന്ന് ഇതൊക്കെ ഒന്ന് വാട്ടി എടുക്കണം മക്കളെ. അപ്പോഴത്തേക്ക് മീൻ മുറിക്കണം, തേങ്ങ ചിരണ്ടണം, അരയ്ക്കണം, അങ്ങനെയൊക്കെ ഉണ്ട് മക്കളെ. അപ്പോൾ ഞാൻ തേങ്ങ ചിരണ്ടട്ടെ വിചാരിച്ചിട്ട് ഞാൻ തേങ്ങ ചിരണ്ടാൻ നിൽക്കുക. തേങ്ങ ചിരണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ മടിയുള്ള പണിയാണ് പൊന്നാര കുട്ടികളെ. തേങ്ങ ചിരണ്ടുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടാത്തൊരു നേരം ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും എന്നാലും ഞാനൊരു കഥയും പാട്ടും എല്ലാം കൂടി ആയിട്ട് എൻ്റെ തേങ്ങ ചിരണ്ടലൊക്കെ അവിടെ കഴിക്കൂ. അതിൻ്റെ ഇടയിൽ കൂടെ ചില സമയത്ത് തേങ്ങ ചിരണ്ടൽ ഒച്ച കേട്ടിട്ട് വലിയപ്പ വന്നിട്ട് പറയുന്നത് കൊണ്ട് ഞാൻ ചെണ്ടി തരാമെന്ന് പറയും. ചില സമയത്തൊക്കെ ചെയ്തൊരു മക്കളെ പാവാണ്. അതിനനുസരിച്ച് ഓരോരുത്തരെ കൊണ്ടാക്കാനുള്ള സമയമുണ്ടല്ലോ. അപ്പം ഞാനും വിളിക്കില്ല. കാരണം ഞാൻ പോയി അടുക്കളുടെ വായിലടച്ച് ഇങ്ങോട്ട് പോകുന്നേക്ക് ഇനി ഒച്ച കേട്ടിട്ട് എണീച്ച് വരണ്ടായി അരച്ചിട്ട് പാവല്ലേ, ഉറങ്ങിക്കോട്ടെ. ഒന്നില്ലെങ്കിലും മക്കളെ കൊണ്ടാക്കാൻ അത് കഴിഞ്ഞിട്ട് വേണം മൂപ്പരിക്ക് പണിക്ക് പോകാൻ. പണി കഴിഞ്ഞ് രാത്രി കയറി വരുന്ന മനുഷ്യനല്ലേ എന്ന് വിചാരിച്ചിട്ട് മക്കളെ. അപ്പോൾ തേങ്ങ ചിരണ്ടലൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങിയതാണ്. പാത്രം കഴുകലും അങ്ങനെ ഓരോരോ പണിയാണ്. പത്തിരി ചൂടലും കറി ഉണ്ടാക്കലും എല്ലാം കൂടി ഒരു കലക്ക സമാവാത്തിയാണ്. അതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാൻ വാഷിംഗ് മെഷീൻ്റെ അടുത്തേക്ക് പോയി തിരുമ്പി വെള്ളം കൺഫർട്ട് ഒഴിച്ച് വെള്ളം മുക്കി അതൊന്ന് മാറ്റി വേറെ പാത്രത്തിലേക്ക് ബക്കറ്റിലേക്കൊക്കെ ഉണക്കി കഴിഞ്ഞ് ബക്കറ്റിലേക്ക് എടുത്ത് വെച്ച് അടുത്ത ബക്കറ്റിലേക്ക് ഇടാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വെച്ച്. വെയിലൊന്ന് വന്നാലും ഈ പിന്നെ വെളിച്ചമൊന്ന് വന്നു കഴിഞ്ഞാൽ മുറ്റത്തേക്ക് ആരിടാൻ വിചാരിച്ചിട്ട്. പക്ഷേ വെളിച്ചത്തിൻ്റെ ഒരു ലക്ഷണവും കാണില്ല. മഴ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആരിടാൻ മെനക്കെടില്ല. കാരണം ആരിടലൊക്കെ തുടങ്ങിയാൽ ഈ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല മക്കളെ. കുട്ടികളതെല്ലാം 3 പാത്രത്തിലാക്കണം. അപ്പോൾ ദിയമോൾക്ക് ദിയമോള് വേണ്ടാന്ന് പറയും. ഓൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുമോ വേണ്ടാന്ന് പറയും. അനാനിക്കും കിട്ടും, പക്ഷേ അനാനെ വാങ്ങാനും തിന്നാനൊന്നും നിൽക്കില്ല. അപ്പോൾ അനാനിക്കും ഹംദാനിക്കും എന്തായാലും നിർബന്ധമായിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുക്കളുടെ മുറ്റത്തേക്ക് ഇപ്പോൾ തിരുമ്പി ആരിടാനൊന്നും പോയാൽ ശരിയാവില്ല കുട്ടികൾ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആക്കം പോലെ ചെയ്യുക. അപ്പോൾ തേങ്ങ അരയ്ക്കലും തേങ്ങ കലക്കിപ്പാരലും പത്തിരി ചൂടലും അങ്ങനെയുള്ള പണിയിലാണ്. അതിൻ്റെ ഇടയ്ക്കിൻ്റെ ദിയമ്മ മോളൊന്ന് പോയി വിളിച്ചുണർത്തി. കാരണം ഓൾക്ക് പിന്നെ ഗുളിക കുടിക്കാനുള്ളതാണ്. പക്ഷെ ഇന്നലെ കിടത്താണ്, നേരം വെളുക്കോളം കിടക്കണേ, യാതൊരു അന്തും ബോധമില്ലാത്ത കിടക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് നേരത്തെ എണീച്ച് അടുക്കളയിലേക്ക് വരണം ചായ കുടിക്കാനെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കിച്ചടിയൊക്കെ ഉണ്ടാക്കി വെച്ചത്. കിച്ചടി ചൂട് തണിയാനായി അതുപോലെ പിന്നെ പ്ലേറ്റിലാക്കി വെച്ച് കുറേ നേരമായി പോയി വിളിക്കുന്നത്. പോയി നീക്കി എന്ന് പറഞ്ഞാൽ പോയി വിളിച്ചിട്ടുണ്ട്. ആ വരാമെന്ന് പറയാമെന്നല്ലാതെ അങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ കുറച്ച് പുളീൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കൊടുത്ത് മക്കൾ അതൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് അങ്ങനെ കറി കടക്ക് റെഡി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനിടയ്ക്ക് ഞാൻ എൻ്റെ മോൾക്ക് തിന്നാനുള്ളത് കൊടുത്ത് എൻ്റെ മോൾ കുറച്ച് തിന്ന് പകുതി ആ കണ്ട പ്ലേറ്റിൽ ഒരു 1/4 ഭാഗം കുട്ടി തിന്ന് ബാക്കി അവിടെ തന്നെ വെച്ച് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് അത് മുഴുവൻ തിന്നാളും മോളെന്ന് പറഞ്ഞിട്ടാണ് അത്ര പരത്തി വെച്ചതാണ്, കുറച്ചേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് 2-3 സ്പൂൺ ഞാൻ തന്നെ കോരി വായിലേക്ക് ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം മക്കളെ ഞാൻ ഓളോട് പറഞ്ഞോളെ ഗുളികയും കുടിച്ച് പോയി കിടക്കാൻ. അങ്ങനെ ഞാൻ അടുത്ത പണി തുടങ്ങണം മക്കളെ. 3 മക്കളല്ല മക്കളെ, എനിക്ക് 4 മക്കളാണ്. 4 എണ്ണം ഒരേ കോലത്തിലുള്ള മക്കളെ. ദിയമോളാണ് ലേശം ഒരു വലിപ്പമുള്ളതെന്ന് പറയാം. ബാക്കി 3 എണ്ണം ഒരേ കോലത്തിലുള്ളതാണ്. അങ്ങനെ കാണും മക്കളെ. ഒന്ന് പറയാനാണ് ഇത് ഒരുപാട് പറയാനുമുണ്ട്, ഒരുപാട് പറയാതെക്കാനുമുണ്ട്. അങ്ങനെയുള്ളൊരു പ്രയാസങ്ങളൊക്കെ ആണ് മക്കളെ. അപ്പോൾ എൻ്റെ മോൾക്കൊരു
ഒരു സമാധാനവും സന്തോഷവും കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല കുട്ടികളെ. കാരണം അതാണ് അവസ്ഥകൾ എൻ്റെ മോളത്. എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എല്ലാ കാര്യങ്ങളും പറയണം. കാരണം പറയാതിരുന്നിട്ടൊന്നും കാര്യമില്ല മക്കളെ. എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് തന്നെ പറയും. വേറെ എന്താരോട് പറയാനാണ്? അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ല എല്ലാവരും. ചിലവർ പറയും എന്താണ് അവിടെ നിന്നോട്ടെ, അവിടെ മുമ്പോട്ട് എന്തിനാ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരാൻ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാം തോരും ബാക്കിയായി പോകും മക്കളെ. ബാക്കിയൊന്നും കിട്ടലുണ്ടാവില്ല. മക്കൾക്ക് തള്ളായിട്ട് ഇവിടെ കിടന്നോട്ടെ. പക്ഷേ ഓന് നന്നായതിനെ കൊണ്ട് കാര്യമായില്ലല്ലോ. ഓൻ്റെ അമ്മ ആദ്യം നന്നാവണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് മക്കൾ. ആ വിഷയത്തിലൊക്കെ വരാം. ഞാൻ ആദ്യം തൽക്കാലം ഞാനിതൊന്ന് കറി വെച്ച് എൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കലും എൻ്റെ മക്കളെ ഒരുക്കലും അങ്ങനെയുള്ള പണികളാണ്. ഇസ്തിരിടാണ്. കൈ നല്ലോണം സോപ്പിട്ട് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഇസ്തിരിടാൻ വേണ്ടി പോകാൻ. അങ്ങനെ കുട്ടികളതൊക്കെ ഇസ്തിരിട്ട് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഇസ്തിരിട്ട് മക്കൾക്ക് മാറ്റിക്കാനുള്ളതൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ അടുക്കളയിലേക്ക് തന്നെ വന്ന് മക്കളെ മീൻ മുറിക്കാൻ തുടങ്ങിയാൽ പിന്നെ പണിയൊന്നും ഇസ്തിരിടാനൊന്നും പറ്റില്ല. കാരണം കൈയൊക്കെ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുമ്പേ തന്നെ കുട്ടികളതൊക്കെ ഇസ്തിരിടലൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ബാക്കി പണികളൊക്കെ എടുക്കണം. ഒരു ഒഴിവുമില്ല മക്കളെ. അടുക്കളയിൽ വേറൊരാളുണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ പണി നീങ്ങൂല. കാരണം അതെടുക്കാൻ നീ ഒന്ന് അങ്ങോട്ടേക്ക് ഒന്ന് ഇങ്ങോട്ടേക്ക് എന്ന് പറയുന്നത് ഒറ്റ കൈ കൊണ്ട് തന്നെ എടുക്കുകയാണ്. സഹായിക്കാൻ ആളില്ല. പിന്നെ ഇപ്പം എന്ത് ചെയ്യാൻ? വെറുതെ തിരിഞ്ഞളിക്കാൻ അവിടെ ഇവിടെ ആളുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ മീനൊക്കെ മുറിക്കുകയാണ് മക്കളെ. ചെറിയ കുഞ്ഞ് ചരുകൾ എന്ന് പറഞ്ഞ മീനാണ്. ഇത് ഓരോന്ന് വേഗം മുറിച്ചെടുക്കണം. ഇതിന് പറയലുണ്ടാകുന്ന അറിയാം, മുള്ളെന്ന് പറയും നമ്മളിവിടേക്ക്. അപ്പോൾ ഇത് നല്ലൊരു ഭയങ്കര മുള്ളിന് ഭയങ്കര കട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ വാലും തലയും മുറിക്കുക. പിന്നെ നല്ല വൃത്തിയാവും. തല എടുക്കാനും പറ്റില്ല കേട്ടോ. അങ്ങനെ തലയും മുറിച്ച് ഒഴിവാക്കണം. നല്ല മീനാണ്. നല്ല വൃത്തിയുള്ള മീനാണ്. നല്ല അടിപൊളി മീനാണ്. ഇത് സുന്ദരി, കടലിലെ സുന്ദരി എന്ന് പറയും. ചൂട അതൊക്കെ നല്ല മുറിച്ച് കറി വെച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കൂട്ടാൻ. നെയ്സ് പത്തിരിക്കൊക്കെ ഈ മീൻ കറി എന്ന് പറഞ്ഞാലൊക്കെ നല്ല രസമുള്ള മീനാണ്. എനിക്ക് മീൻ കറിയാണ് പത്തിരിക്കൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ മക്കൾക്കാണെങ്കിൽ ചിക്കൻ എന്നുള്ള ചിന്തയുള്ളൂ. അതുകൊണ്ട് വലിയാപ്പ പറയും എല്ലാ ചിക്കൻ കൊടുക്കാമെന്നൊക്കെ. ഇത് മീൻ എന്താ പറയാന്ന് പറയാം? ഇതിന് പറയാം മണങ്ങ് എന്ന് പറയും നമ്മളിവിടേക്ക്. നിങ്ങളുടെയൊക്കെ എന്താ പറയുക നമുക്കറിയില്ല കേട്ടോ മക്കളെ. കമൻറ്റ് ചെയ്യണേ എന്താ പറയാന്നുള്ളത്. മണങ്ങ് എന്ന് പറയും. നല്ല രസമാണ് തിന്നാൻ. പൊരിച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ് മക്കളെ. പൊരിക്കലധികം കുറവാണ്. അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല കോയമ്പ് പരുവത്തിലായിരിക്കുന്നു മക്കളെ. എല്ലാ സംഗതികളും ഇട്ടിക്കണ്. എല്ലാ സംഗതി തന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ കഷ്ണം ഇടുള്ളൂ. അങ്ങനെ എല്ലാം ഇട്ട് നല്ല കോയമ്പ് പരുവലായി കഴിഞ്ഞതിൻ്റെ ശ്രദ്ധയിലേക്ക് ഇതൊക്കെ മക്കളെ മീൻ ഇട്ട് കൊടുത്തിക്കണ്. മീനും കൂടി ഒന്ന് ഇട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കലക്കി പാരുക. അത്രയൊക്കെ ഉള്ളൂ മക്കളെ. തേങ്ങയും കൂടി കലക്കി പാർന്ന് കഴിഞ്ഞാൽ നമ്മളെ പണി കഴിഞ്ഞ്. പിന്നെ വേറെ എന്തൊക്കെ നിങ്ങളെല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണണം. ലൈക്കും സബും ചെയ്യണം. മറന്നു പോകരുത്. കുട്ടികളെ ഓരോരുത്തരെ വണ്ടി വരാനുള്ള സമയമാകുമ്പോഴത്തേക്ക് പണികളൊക്കെ തീർത്ത് പാത്രത്തിലാക്കലും കൊണ്ടുപോകാനുള്ളവർക്കും എല്ലാം കൂടി പറയണ്ട. ഒരാൾക്ക് പാത്രം ഒരു തുണി വെച്ചിട്ടില്ലെങ്കിൽ ടവലുണ്ടല്ലോ അത് കിറ്റിൽ വെക്കാൻ മറന്നു പോയിക്കണമെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതും എടുത്ത് വെക്കണം. പിന്നെ അതും നേരം വൈകി പോകും. അങ്ങനെയുള്ള കഥകളൊക്കെയാണ് പൊന്നാര കുട്ടികളെ. ഒന്നും പറയണ്ട. പക്ഷെ തേങ്ങ കുറച്ച് ചിരണ്ടി മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് വെച്ചിരിക്കുന്ന മക്കളെ. അതും കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കൈയൊക്കെ പൊള്ളാന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു വേദന ഉണ്ടാവില്ല. കുറേ ചെറുപ്പകാലത്തൊക്കെ നമ്മളെ കൈ പൊള്ളുമ്പോഴത്തേക്ക് കൈ പൊള്ളിയെന്ന് പറയും. ഇപ്പോൾ കൈയിൻ്റെ ഒരു ഭാഗമായിട്ട് പൊള്ളി പോയാലും അതൊന്ന് നോക്കിയിട്ട് പിന്നെ അടുത്ത പണിയെടുക്കും. കാരണം നോക്കാൻ നേരമില്ല അവിടെ. കൈ പൊള്ളിയാലും വേണ്ടിയില്ല, കാല് പൊള്ളിയാലും വേണ്ടിയില്ല. നമ്മളെ പണി പെട്ടെന്ന് തീർക്കുക എന്നുള്ള ചിന്താഗതിയായിട്ടാണ് നിൽക്കുക. എന്നാലും വല്ലാതെ പൊള്ളാതെയും ആക്കാതെയൊക്കെ എല്ലാവരും സൂക്ഷിച്ചോളി മക്കളെ. അത്രേ പറയുന്നുള്ളൂ. ഇങ്ങനെതാ കുറുങ്ങനാണ്. ലേശം ഒന്ന് വെള്ളം ഒഴിക്കണം. ലേശം കുറുങ്ങനായി പോയിക്കിന്. ഒന്നും കൂടി വെള്ളം ഒഴിച്ചാലൊന്ന് ലൂസായി കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കി ലൂസൊക്കെ ആക്കി റെഡിയാക്കി നമ്മളെ മീൻ കറി റെഡി ആയിക്കിന്. ഇനിതാ ചോറിന് അരി എടുപ്പത്തിട്ടിക്കണം. അതൊന്ന് തിളച്ചിക്കണം. അതൊന്ന് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം. കോഴിമുട്ട തിളക്കുന്നുണ്ട്, അതൊന്ന് ആക്കണം. അപ്പോൾ പത്തിരി ഇതാ ചുട്ടും കൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ കലക്കി ചുട്ടത് നമ്മളെ കുറച്ച് അരിപ്പൊടി എടുത്തുകൊണ്ട് കലക്കി ചുട്ട് ആ പണി കഴിഞ്ഞത്. അതേമാതിരി ഒരു കോഴിമുട്ട ഇട്ട് ലേശം അരിപ്പൊടി എടുത്ത ദിവസം പച്ചവെള്ളം പറഞ്ഞ് ഒരു രസം ഉപ്പ് ഇട്ട് അങ്ങോട്ട് കലക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് തന്നെയാണ് നമ്മളെ പണി. അപ്പം അത്രയൊക്കെ ഉള്ളൂ മക്കളെ. വേറെ എന്തൊക്കെ വിശേഷങ്ങൾ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? നിങ്ങൾ ഇതേമാതിരി പണികളൊക്കെ കഴിഞ്ഞോ? എല്ലാ പണികളും കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു ഞാൻ. നിങ്ങളതൊക്കെ പൂതിയാണ് മക്കളെ. ഇവിടെ പോയിരുന്നിട്ട് 2 ദിവസം പാർക്കാനൊക്കെ പോകാൻ പൂതിൻ്റെ. ഇവിടെ ആരെങ്കിലും വിളിക്കുക 2 ദിവസം പാർക്കാനൊക്കെ പോയിട്ട് ചായയും ചോറൊക്കെ തിന്ന് കഥയും പറഞ്ഞ് കുത്തിരിക്കുക. സമയത്ത് തിന്നലും കുറിക്കലും നിസ്കാരം കാര്യങ്ങളായിട്ട് മിണ്ടാതെ അവിടെ കുത്തിരുന്നാൽ എന്ത് റാഹത്തുണ്ടാവില്ലേ? 4 ദിവസം പോയിക്കാനൊക്കെ പൂതിയുണ്ട്. എവിടെ പോയിക്കാനാണ് മക്കളെയൊക്കെ ഇട്ടിട്ട് എവിടെ പോകാനാണ്? ടൂറ് പോകാനാണ് വെച്ചാൽ അന്നേരം നമുക്ക് പണി തന്നെ.